ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫൂട്ടർ എങ്ങനെയാണ് ഡിഫറൻറ്റ് ഓഡ് ആൻഡ് ഈവൻ പേജിലും അതുപോലെ തന്നെ ഫസ്റ്റ് പേജിലും സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഇൻസേർട്ട് എടുക്കാം. ഇൻസേർട്ട് എടുത്തിട്ട് നമുക്ക് ഫൂട്ടർ എടുക്കാം. ഫൂട്ടർ നമുക്ക് ഓണാക്കിയിടാം. ഫൂട്ടർ എടുക്കാം. ഫൂട്ടർ എടുത്തിട്ട് ഡിഫറൻറ്റ് ഫസ്റ്റ് പേജ് ഓണാക്കിയിടാം. ഫസ്റ്റ് പേജിൽ നമുക്ക് നമ്മുടെ ഫൂട്ടറിലെ ഡാറ്റ ഡോക്യുമെൻ്റ് ടൈറ്റിൽ ആണെങ്കിൽ ഡോക്യുമെൻ്റ് ടൈറ്റിൽ, പേജ് നമ്പർ ആണെങ്കിൽ അത്, പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അത്, ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഡിഫറെൻ്റ് ഓഡ് ആൻഡ് ഈവൻ പേജ് വേണമെങ്കിൽ ഡിസൈനിൽ പോയിട്ട് ഡിഫറെൻ്റ് ഓഡ് ആൻഡ് ഈവൻ പേജ് ഓൺ ആക്കാം. അതിനുശേഷം നമ്മൾ ഓഡ് പേജ് അല്ലെങ്കിൽ ഈവൻ പേജ് എടുക്കുക. അപ്പം നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് പേജിലാണ്. ഇനി നെക്സ്റ്റ് പേജ് എടുക്കാം. നമ്മൾ രണ്ടാമത്തെ പേജ് എടുത്തു. രണ്ടാമത്തെ പേജ് എടുത്തിട്ട് നമ്മൾ ഫൂട്ടർ ഓണാക്കിയിടാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ പേജിൽ വേണ്ട ഫൂട്ടർ എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിക്ചർ ഇൻസേർട്ട് ആണെങ്കിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. പേജ് നമ്പർ, ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കാം. മൂന്നാമത്തെ പേജ് എടുക്കാം. മൂന്നാമത്തെ പേജ് എടുത്തിട്ട് അവിടെ നമുക്ക് ഫൂട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏതാണ് നമുക്ക് വേണ്ടത് മൂന്നാമത്തെ പേജിൽ എന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. മൂന്നാമത്തെ പേജിലേക്ക് പോയിട്ട് നമ്മൾ ഫൂട്ടർ ഏതാണോ അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഫൂട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫൂട്ടറിലെ ഡാറ്റ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡേറ്റും ടൈമും ഒക്കെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡേറ്റും ടൈമും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പേജ് നമ്പർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പേജ് നമ്പർ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിനി ഫസ്റ്റ് പേജ് എടുത്ത് നോക്കാം. ഫസ്റ്റ് പേജിലേക്ക് പോവാം. ഫസ്റ്റ് പേജിലെ ഫൂട്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് പേജ് ഫൂട്ടർ 8 ഡിസംബർ 2024 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പേജിലത്തെ ഫൂട്ടർ നോക്കാം. സെക്കൻഡ് പേജിൽ നമ്മൾ ടൈപ്പ് ടെക്സ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് പേജിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫൂട്ടർ സെക്കൻഡ് പേജിലെ ഫൂട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് പേജിലെ ഫൂട്ടർ എന്താന്ന് നോക്കാം. സെക്കൻഡ് പേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈവൻ പേജ് ഫൂട്ടർ എന്നാണ്. ഇനി നമുക്ക് തേർഡ് പേജിൽ നോക്കാം. തേർഡ് പേജിൽ നമുക്ക് നോക്കുമ്പോൾ തേർഡ് പേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓഡ് പേജ് ഫൂട്ടർ എന്ന് ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്നു. സെൻറ്ററിൽ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട്. റൈറ്റിൽ നമ്മൾ പേജ് നമ്പർ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത
ഫോർത്ത് പേജ് നോക്കാം. ഫോർത്ത് പേജിലേക്ക് നോക്കുമ്പോൾ സെക്കൻഡ് പേജിൽ കൊടുത്തിട്ടുള്ള അതേ ഫൂട്ടർ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ 1 പേജ് ഫൂട്ടർ നമുക്ക് കാണാം. ഇനി ഫിഫ്ത്ത് പേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ തേർഡ് പേജിൽ സെറ്റ് ചെയ്തിട്ടുള്ള സെയിം ഫൂട്ടർ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓഡ് പേജ് ഫൂട്ടർ, ഡേറ്റ് ടൈം, അതുപോലെ തന്നെ നമ്മൾ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൻ പേജ്, ഫസ്റ്റ് പേജ് ഫൂട്ടർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഫൂട്ടർ ഫോർമാറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.